അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ദുറൂസുൽ ഇഹ്സാൻ 8ാമത്തെ പാഠമാണ്. 8ാമത്തെ പാഠത്തിൽ ഇന്ന് 2 ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത്. 2 ക്ലാസ്സും 2 വീഡിയോ ആയി ചെയ്താൽ അത് നിങ്ങൾക്ക് പ്രയാസമായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ടാണ് 2 ക്ലാസ് ആയിട്ട് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു പാർട്ടിന്റെ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തു, 2ാമത്തെ പാർട്ട് മറ്റൊരു വീഡിയോ ആകുമ്പോൾ ചില കുട്ടികൾക്ക് 2ാമത്തെ പാർട്ട് ലഭിക്കാതെ പോകും, ചില കുട്ടികൾക്ക് 1ാമത്തെ പാർട്ട് ലഭിക്കാതെ പോകും. അതുകൊണ്ടാണ് 2 പാർട്ടും ഒറ്റ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. പാഠം 8 നമുക്ക് ഒരു പ്രാവശ്യം വായിക്കാം, അതിനുശേഷം ഉസ്താദ് പാഠം വിശദീകരിക്കും. എല്ലാവരും പുസ്തകത്തില് വിരല് വെച്ച് നോക്കുക. പാഠം 8, സത്യം പറഞ്ഞ് സ്വർഗം നേടാം. കുട്ടികളെ, നിങ്ങൾക്ക് സ്വർഗം ഇഷ്ടമാണല്ലോ. സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന നല്ല ശീലമാണ് സത്യം പറയൽ. ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ് സത്യം പറയൽ. നിങ്ങൾ സത്യവാന്മാരോട് കൂടെയാവണം എന്ന് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. ഇത്രയുമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത 2ാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ പറയുന്നത്. ഒരു പ്രാവശ്യം കൂടി വായിക്കാണ്, ഉസ്താദിന്റെ കൂടെ വായിക്കുക. പാഠം 8, സത്യം പറഞ്ഞ് സ്വർഗം നേടാം. കുട്ടികളെ, നിങ്ങൾക്ക് സ്വർഗം ഇഷ്ടമാണല്ലോ. സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന നല്ല ശീലമാണ് സത്യം പറയൽ. ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ് സത്യം പറയൽ. 2, നിങ്ങൾ സത്യവാന്മാരോട് കൂടെയാവണം എന്ന് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഈ പാഠത്തില് സത്യം പറയണം, അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. സത്യം പറഞ്ഞ നമുക്ക് അള്ളാഹു സ്വർഗം നൽകും. സത്യം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം. എന്ത് പ്രയാസം ബുദ്ധിമുട്ടുണ്ടെങ്കിലും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ഒരിക്കലും നമ്മൾ കളവ് പറയരുത്. ഒരു കാര്യം ഉള്ളതുപോലെ പറയുന്നതിലാണ് സത്യം എന്ന് പറയാം. നിങ്ങൾ സത്യവാന്മാരോട് കൂടെയാവണമെന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. അഥവാ നിങ്ങൾ സത്യം പറയുന്ന ആളുകളെ കൂടെയാവണം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അഥവാ സത്യം പറയുന്ന ആൾക്കാരെ നമ്മൾ കൂട്ടുകൂടാൻ പാടില്ല. കളവ് പറയുന്ന ആളുകളെ കൂടാൻ പാടില്ല. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, സത്യം പറയുക, സത്യം പറയുന്ന കൂട്ടുകാരാക്കി മാറ്റുക. പിന്നെ സത്യം എന്നാൽ എന്ത് എന്നുള്ളതിന്റെ ഉത്തരം നമ്മൾ പഠിച്ചു. ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ് സത്യം പറയുക. ഈ ബ്രാക്കറ്റിൽ ഈ കള്ളിയിൽ കൊടുത്തിരിക്കുന്ന 2 സെന്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ് സത്യം പറയൽ. ഒരു പ്രാവശ്യം കൂടി ഉസ്താദിന്റെ കൂടെ വായിക്കൂ. ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ് സത്യം പറയൽ. ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ് സത്യം പറയൽ. ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ് സത്യം പറയൽ. അപ്പൊ പഠിച്ചല്ലോ. ഇനി കുട്ടികളെ പുസ്തകം അടച്ചു വെക്കൂ, എന്നിട്ട് കാണാതെ പറഞ്ഞു നോക്കൂ. ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ് സത്യം പറയൽ. ഇനി 2ാമത്തെ വരി, അതും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ സത്യവാന്മാരോട് കൂടെയാവണമെന്ന് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. ഒരു വട്ടം കൂടി നമുക്ക് വായിക്കാം. നിങ്ങൾ സത്യവാന്മാരോട് കൂടെയാവണം എന്ന് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ സത്യവാന്മാരോട് കൂടെയാവണം എന്ന് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടി പാഠം വായിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവരും ബുക്ക് എടുത്തു, ബുക്കിലേക്ക് നോക്കൂ. പാഠം 8 ഉസ്താദ് വായിച്ചതിന് ശേഷം വിരല് വെച്ച് വായിക്കണേ.
പാഠം 8 സത്യം പറഞ്ഞ് സ്വർഗം നേടാം. കുട്ടികളെ, നിങ്ങൾക്ക് സ്വർഗം ഇഷ്ടമാണല്ലോ. സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന നല്ല ശീലമാണ് സത്യം പറയൽ. ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ് സത്യം പറയൽ. നിങ്ങൾ സത്യവാന്മാരോട് കൂടെയാവണം എന്ന് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത്, ഇതുവരെ നിങ്ങൾ സത്യവാന്മാരോട് കൂടെയാവണം എന്ന് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. അതുവരെ ഒരു പ്രാവശ്യം വൃത്തിയിൽ നോട്ട്ബുക്കിൽ എഴുതി കാണിക്കാം. ഈ പാഠം ഇന്നെടുത്ത് വരെ 3 വട്ടം വായിക്കാം. അതിനിടയിൽ ഒരു കാര്യം പറയാണ്, നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ഓൺലൈൻ ക്ലാസ്, ട്യൂഷൻ ക്ലാസ് വേണമെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം. ഇനി നമുക്ക് രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാഠം 8 ഒന്നാമത്തെ ഭാഗം പഠിച്ചു. സത്യം പറയണം, സത്യം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ് സത്യം പറയൽ. നിങ്ങൾ സത്യവാന്മാരോട് കൂടെയാവണം എന്ന് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സത്യം പറയൽ ആരുടെ ശീലമാണ്, സത്യം പറയുന്നവരെ ആരൊക്കെ ഇഷ്ടപ്പെടും, കളവ് പറയൽ ആരുടെ അടയാളമാണ്, ആരുടെ ശീലമാണ്, സത്യം എവിടേക്ക് നയിക്കും, സത്യം പറഞ്ഞാൽ എവിടെ എത്തും എന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. എല്ലാവരും ബുക്ക് എടുത്തോളൂ, നമുക്ക് വായിക്കാം. 8ാമത്തെ പാഠത്തില് 3ാമത്തെ കോളം നോക്കുക. സത്യം പറയൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശീലമായിരുന്നു. സത്യം പറയുന്നവരെ എല്ലാവരും ഇഷ്ടപ്പെടും. കളവ് പറയൽ മുനാഫിക്കിന്റെ ശീലമാണ്. സത്യം നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും എത്തിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കുക, ഉസ്താദ് വായിച്ചതിന് ശേഷം വായിക്കാം. സത്യം പറയൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശീലമായിരുന്നു. സത്യം പറയുന്നവരെ എല്ലാവരും ഇഷ്ടപ്പെടും. കളവ് പറയൽ മുനാഫിക്കിന്റെ ശീലമാണ്. സത്യം നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും എത്തിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഇനി ഉസ്താദിന്റെ കൂടെ ഒരു പ്രാവശ്യം കൂടി കുട്ടികൾ ഒരുമിച്ച് വായിക്കാം. സത്യം പറയൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശീലമായിരുന്നു. സത്യം പറയുന്നവരെ എല്ലാവരും ഇഷ്ടപ്പെടും. കളവ് പറയൽ മുനാഫിക്കിന്റെ ശീലമാണ്. സത്യം നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും എത്തിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് സത്യം പറയൽ ആരുടെ ശീലമാണ്? നമ്മുടെ നബി മുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശീലമാണ്. രണ്ടാമത്തെ നമ്മൾ പഠിച്ചത് സത്യം പറയുന്നവരെല്ലാവരും ഇഷ്ടപ്പെടും. സത്യം പറയുന്ന ആൾക്കാരെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഉമ്മക്ക് ഇഷ്ടമാണ്, ഉപ്പക്ക് ഇഷ്ടമാണ്, ഉസ്താദുമാർക്ക് ഇഷ്ടമാണ്, കൂട്ടുകാർക്ക് ഇഷ്ടമാണ്, അള്ളാഹ്ക്കും ഇഷ്ടമാണ്. കളവ് പറയൽ ആരുടെ അടയാളമാണ്? മുനാഫിക്കിന്റെ ശീലമാണ്, മുനാഫിക്കിന്റെ അടയാളമാണ്. മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ വിശ്വാസം പൂർണ്ണമല്ലാത്ത ആള്, കപട വിശ്വാസികൾ എന്ന് പറയും. ശരിയായ അള്ളാഹുവിലും റസൂലും വിശ്വാസമില്ലാത്ത ആളുകൾ, അവരാണ് മുനാഫിക്ക്. അവരെ അടയാളമാണ് കളവ് പറയാന്നുള്ളത്. നമുക്ക് അള്ളാഹുവിലും റസൂലിലും നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കളവ് പറയാൻ പാടില്ല. കളവ് പറഞ്ഞാൽ അള്ളാഹു നമ്മോട് ദേഷ്യം പിടിക്കും. അതുകൊണ്ട് നമ്മൾ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. സത്യം നന്മയിലേക്ക് നയിക്കും. സത്യം പറയുന്ന ആൾക്കാര് നല്ല കുട്ടികളാവും. നല്ല കുട്ടികളായി കഴിഞ്ഞാൽ അവര് സ്വർഗത്ത് പോവും. അപ്പൊ സത്യം പറഞ്ഞിട്ട് സ്വർഗത്തിൽ പോകാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഇത്രയുമാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളൂ.
ഇന്ന് പഠിക്കാനുള്ളത് സത്യം ആരുടെ ശീലമായിരുന്നു? നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിന്റെ പേര് വിളിക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം, മടിക്കരുത്. സത്യം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശീലമായിരുന്നു. സത്യം പറയുന്നവരെ ആരൊക്കെ ഇഷ്ടപ്പെടും? എല്ലാവരും ഇഷ്ടപ്പെടും. കളവ് പറയൽ ആരുടെ ശീലമാണ്? മുനാഫിക്കിന്റെ ശീലമാണ്. സത്യം എവിടേക്ക് നയിക്കും? നന്മയിലേക്ക്. നന്മ എവിടേക്ക് നയിക്കും? സ്വർഗത്തിലേക്കും എത്തിക്കുമെന്ന് ആര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത പേജ് മറിക്കു. തദ്രീബാത്ത്. യോജിച്ചത് ചേർക്കാം. രണ്ട് കാര്യങ്ങൾ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നന്മയിലേക്ക്, സ്വർഗത്തിലേക്ക്. സത്യം ഡാഷ് എത്തിക്കുന്നു. സത്യം നന്മയിലേക്ക് എത്തിക്കുന്നു. രണ്ട്, നന്മ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നു. രണ്ട്, പ്രതിജ്ഞ എടുക്കാം. ഞാൻ സത്യം മാത്രമേ പറയൂ. എല്ലാവരും ഇന്ന് പ്രതിജ്ഞ എടുക്കാം, ഞാൻ സത്യം മാത്രമേ പറയൂ എന്ന്. പൂർത്തിയാക്കാം. ഒരു കാര്യം ഉള്ളത് പോലെ പറയലാണ്. അതിന് പറഞ്ഞ പേരെന്താണ്? സത്യം. ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ് സത്യം പറയൽ. കളവ് പറയുന്ന ശീലം മുനാഫിക്കിന്റെ അടയാളമാണ്. 3, സത്യം നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും എത്തിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഇനി മദ്രസ ഡയറി സത്യസന്ധമായാണോ ഞാൻ ഉപയോഗിക്കുന്നത്? മദ്രസ ഡയറി സത്യസന്ധമായിട്ട് അതിൽ കാര്യങ്ങളൊക്കെ എഴുതണം. ലീവ് ലെറ്റർ എഴുതുമ്പോൾ സത്യസന്ധമായിട്ട് ലീവ് ലെറ്റർ എഴുതി കൊടുക്കുക. അതുപോലെ ഡയറി എഴുതുന്ന, സ്കൂളിൽ ഡയറി എഴുതുന്ന പോലെ മദ്രസയിലെ ഡയറി ശീലമാക്കുക. ഇന്ന് ഡയറി എഴുത്ത് ശീലമില്ലാത്തവർ ഇന്ന് തന്നെ തുടങ്ങുക. ഒരു നോട്ടുക്ക് വാങ്ങിയിട്ട് അതിൽ ഓരോ ദിവസത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങള് മുകളിൽ ഡേറ്റ് ചെയ്തിട്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങള് ഡയറിയിൽ അറബി മലയാളത്തിൽ എഴുതി ഉസ്താദന്മാർ കാണിച്ചു കൊടുക്കുക. അത് നല്ല ശീലമാണ്. അറബി മലയാളം എഴുത്ത് നന്നാകാനും എഴുത്ത് പഠിക്കാനൊക്കെ അത് ഉപകരിക്കും. ഇന്ന് ചെയ്യേണ്ട വർക്ക്, ഇന്നെടുത്ത പാഠം ഒരു പ്രാവശ്യം നോട്ട് ബുക്കിൽ എഴുതുക. 3 വട്ടം പാഠം വായിക്കുക. തെദ്രീബാത്തിലെ ചോദ്യോത്തരങ്ങള് ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യുക, അല്ലെങ്കിൽ നോട്ട് ബുക്കിൽ എഴുതി കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നന്നായി പഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.